കാരുണ്യവാനായ ദൈവത്തെ സ്തുതിക്കുന്നു. മഹത്വവാനായ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. നമ്മുടെ ദൈവം വാഴ്ത്തപ്പെട്ടവൻ. സ്തോത്രം. നമ്മൾ വാഴ്ത്തുന്നത് കൊണ്ടല്ല നമ്മുടെ കർത്താവ് വാഴ്ത്തപ്പെട്ടവനായിരിക്കുന്നത്. അവൻ വാഴ്ത്തപ്പെട്ടവനാകൊണ്ട് നമ്മൾ നമ്മുടെ കർത്താവിനെ വാഴ്ത്തുന്നു എന്നേ ഉള്ളൂ. കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവും ആദരവും വന്ദനങ്ങളും എല്ലാവർക്കും ഈ സന്ധ്യയെങ്കിൽ അറിയിക്കട്ടെ. വാഴ്ത്തുക എന്നുള്ളത് നമ്മുടെ ഇടയിൽ ചെറിയ തെറ്റിദ്ധാരണയ്ക്ക് വിഷയീഭവിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയം ഇല്ലാതില്ല. പ്രത്യേകിച്ച് തിരുവത്താഴവുമായിട്ട് ബന്ധപ്പെട്ടാണ് അവൻ അപ്പമെടുത്ത് വാഴ്ത്തി നുറുക്കി എന്ന് പറയുന്നതിൽ നിന്ന് പലരും പറഞ്ഞും എന്ന് വെച്ചാൽ മനസ്സിലാക്കി വെച്ചും ഞാൻ കണ്ടിട്ടും അറിഞ്ഞിട്ടുമുള്ളത് വാഴ്ത്തുക എന്ന് പറഞ്ഞാൽ നുറുക്കുക എന്ന് ആരും കരുതരുത്. സ്തോത്രം. വാഴ്ത്തുക എന്ന് പറഞ്ഞാൽ എക്സോൾട്ടിങ്, പ്രൈസിങ്, ഓഫറിങ് താങ്ക്സ്. സ്തോത്രം. അപ്പൊ വാഴ്ത്തുക എന്ന് പറഞ്ഞാൽ പൊതുവെ വാഴ്ത്തി നുറുക്കി എന്ന് പറയുമ്പോൾ അതിനെ നുറുക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു പദമായിട്ടാണ് നമ്മുടെ ഇടയിൽ പലരും തെറ്റിദ്ധരിച്ചിട്ടുള്ളത്. എല്ലാവരുമല്ല, ചില പാസ്റ്റേഴ്സ് ഉൾപ്പെടെ. അപ്പം മറ്റു ചിലര് ഞങ്ങൾക്ക് ഇതിനെ വാഴ്ത്തിത്തരണമേ എന്ന് പറയുമ്പോഴും അർത്ഥം ശരിയായി മനസ്സിലാക്കാതെ ഉപയോഗിക്കാറുണ്ട്. നമ്മൾ ഗിരിപ്രഭാഷണ സമയത്ത് അതിൻ്റെ അർത്ഥം പഠിച്ചതാണ്. ബ്ലസ് എന്ന് പറഞ്ഞാൽ, സ്തോത്രം, വാഴ്ത്തുക എന്ന് പറഞ്ഞാൽ, സ്തോത്രം, അതിന് ഒരർത്ഥം അനുഗ്രഹിക്കുക എന്നുണ്ട്, മറ്റൊരർത്ഥം പുകഴ്ത്തുക എന്നുണ്ട്. ദൈവത്തെ വാഴ്ത്തുക എന്ന് പറയുമ്പോൾ ദൈവത്തെ ഉയർത്തുക, പുകഴ്ത്തുക, മഹത്വപ്പെടുത്തുക, ദൈവത്തിൻ്റെ സ്തുതികൾ വർണ്ണിക്കുക എന്നൊക്കെയാണ്. അപ്പൊ നമ്മൾ നമ്മുടെ കർത്താവിനെ വാഴ്ത്തുന്നത് നമ്മുടെ കർത്താവ് വാഴ്ത്തപ്പെട്ടവൻ ആയതുകൊണ്ടാണ്. Because our God is praiseworthy, worthy of praises, glory, exaltation. We just acknowledge and confess. That's all. We are not actually exalting God, but we just acknowledge that our God is exalted. We are not actually praising him, but we acknowledge his praises and therefore we confess it. സ്തോത്രം. നമ്മളല്ല ദൈവത്തെ ഉയർത്തുന്നത്. അവൻ ഉയർത്തപ്പെട്ടവനായതുകൊണ്ട് അത് തിരിച്ചറിയുന്ന നമ്മൾ കർത്താവ് ഉയർത്തപ്പെട്ടവനാണ്, വാഴ്ത്തപ്പെട്ടവനാണ്, മഹത്വീകരിക്കപ്പെട്ടവനാണ് എന്നൊക്കെ ഏറ്റുപറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. സ്തോത്രം. അതല്ലാതെ നമ്മൾ കർത്താവിന് വേണ്ടി എന്തെങ്കിലും സ്തുതിയുടെ സിംഹാസനമൊന്നും ഒരുക്കുക അല്ല എന്നത് മനസ്സിലാക്കുക. അതുകൊണ്ട് ഞാൻ അത്രയും കാര്യങ്ങൾ മുഖവുരയിലൊന്ന് ഓർപ്പിച്ചു എന്നേ ഉള്ളൂ. സ്തോത്രം. ആ ദൈവത്തിൻ്റെ മഹത്വത്തെ, നമ്മുടെ ദൈവത്തിൻ്റെ മഹത്വത്തെ തിരിച്ചറിഞ്ഞ് അത് ഏറ്റുപറയുവാൻ ദൈവം നമുക്ക് വീണ്ടും കൃപയേകട്ടെ എന്ന് പറഞ്ഞ്
ആ ഭാഗം ഞാൻ വിടുന്നു. നമ്മുടെ ദൈവം ഒരിക്കൽ കൂടെ ആവർത്തിക്കുന്നു, അവൻ വാഴ്ത്തപ്പെട്ടവൻ. സ്തോത്രം. പ്രൈസ് ഗോഡ്. ദൈവം എന്താകുന്നു എന്ന് ദൈവത്തോടും നമ്മൾ പരസ്പരവും പറയുന്ന, അംഗീകരിക്കുന്ന അംഗീകരണം മാത്രമാണ് ഈ വാഴ്വുകൾ എന്ന് പറയുന്നത്. സ്തോത്രം. ദൈവം ആ തിരിച്ചറിവോടെ ദൈവത്തെ സ്തുതിപ്പാൻ, മഹത്വപ്പെടുത്തുവാനൊക്കെ നമുക്ക് കൃപ ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നാം പഠിച്ചു വരുന്ന എബ്രായ ലേഖനം 1-ാമത്തെ അധ്യായം 1, 2, 3 വാക്യങ്ങളിലേക്ക് വീണ്ടും പോകാം. വായിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം. ദൈവം പണ്ട് ഭാഗം ഭാഗമായിട്ടും വിവിധമായിട്ടും പ്രവാചകന്മാർ മുഖാന്തരം പിതാക്കന്മാരോട് അരുളി ചെയ്തിട്ട് ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്തിരിക്കുന്നു. അവനെ താൻ സകലത്തിനും അവകാശിയാക്കി വെച്ചു. അവൻ മുഖാന്തരം ലോകത്തെയും ഉണ്ടാക്കി. അവൻ അവന്റെ തേജസ്സിന്റെ പ്രഭയും തത്വത്തിന്റെ മുദ്രയും സകലത്തെയും തന്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവനും ആകൊണ്ട് പാപങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കിയ ശേഷം ഉയരത്തിൽ മഹിമയുടെ വലത്ത് ഭാഗത്ത് ഇരുന്നു. സ്തോത്രം. നമ്മള് കഴിഞ്ഞ ചില ദിവസങ്ങളായിട്ട് ചിന്തിച്ചും പഠിച്ചും വരുന്ന ഭാഗമാണല്ലോ. നമ്മൾ ഏറ്റവും ഒടുവിൽ അതിൻ്റെ 3-ാമത്തെ വാക്യമാണ് ചിന്തിച്ചു കൊണ്ടിരുന്നത്. 3-ാം വാക്യം ഒന്നും കൂടെ നമുക്ക് വായിച്ചു കേൾക്കാം. 3rd verse once again. അവൻ അവന്റെ തേജസ്സിന്റെ പ്രഭയും തത്വത്തിന്റെ മുദ്രയും സകലത്തെയും തന്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവനും ആകൊണ്ട് പാപങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കിയ ശേഷം ഉയരത്തിൽ മഹിമയുടെ വലത്തു ഭാഗത്ത് ഇരുന്നു. സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ആളത്വത്തിന്റെ മഹത്വം, കർത്താവായ യേശു ക്രിസ്തുവിന്റെ ആളത്വത്തിന്റെ നിസ്തുലത, അതാണല്ലോ നമ്മൾ ഈ ഭാഗത്ത് നിന്നും മനസ്സിലാക്കുന്നത്. സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ ആളത്വത്തിന്റെ മഹത്വം പല വേർഷൻസിലും പല രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. ആംപ്ലിഫൈഡ് വേർഷനിൽ കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ്: ഹി ഈസ് ദ സോൾ എക്സ്പ്രഷൻ ഓഫ് ദ ഗ്ലോറി ഓഫ് ഗാഡ്, the light being, the outray or radiance of the divine, and he is the perfect imprint and very image of God's nature, upholding. ബാക്കി നമുക്ക് തൽക്കാലം വേണ്ട, ഇപ്പൊ നമ്മൾ ചിന്തിക്കുന്ന ഈ 2 ഭാഗങ്ങളായതുകൊണ്ട് അത്രയും മാത്രം വായിച്ചു നിർത്തുന്നു. Christ is the sole expression of the glory of God. യേശു ക്രിസ്തു ദൈവ തേജസ്സിന്റെ പ്രഭയാണ്. സ്തോത്രം. തത്വത്തിന്റെ മുദ്ര. സ്തോത്രം. തത്വത്തിന്റെ മുദ്ര. ഇപ്പൊ യേശുവിന്റെ ആളത്വത്തെ കുറിച്ചാണ് നാം ഇവിടെ കാണുന്നത്. ഇന്നലെ നാം ഒടുവിൽ അതേ സംബന്ധിച്ച ചില ചിന്തകൾ പങ്കുവയ്ക്കുകയുണ്ടായി. പ്രത്യേകിച്ച് ഒരു ദുരുപദേശ ഖണ്ഡനവും കൂടെയാണ് ഇന്നലെ നമ്മൾ ഏറ്റവും ഒടുവിലായിട്ട് നടത്തിയത്. വൺനെസ് ഗ്രൂപ്പ്. സ്തോത്രം. Meaning of what? തത്വത്തിന്റെ മുദ്ര. Yeah, welcome. That is, he is the very imprint of the very essence of God.
ദ സെക്കൻഡ് പാർട്ട് ഓഫ് വേഴ്സ് നമ്പർ 3. മലയാളത്തിൽ അതിന് തത്വത്തിന്റെ മുദ്ര എന്നാ കൊടുത്തിരിക്കുന്നത്. അത് മലയാളത്തിൽ ജനിച്ചു വളർന്നവർക്കും ഒരുപക്ഷെ മനസ്സിലാകാത്ത ഒരു പ്രയോഗമാണ്. ശരിക്കും ബുദ്ധിമുട്ടാതെ മനസ്സിലാക്കും. അതെ, ഈ തത്വം എന്ന് പറയുന്നത് തനതായ എന്നുള്ളതാണ് അർത്ഥം വരുന്നത്. സുജയുടെ സൗണ്ട് വളരെ ചെറുതായിട്ടാ. എല്ലാവർക്കും അങ്ങനെയാണ്. കേൾക്കാം പാസ്റ്റർ, നല്ലതായിട്ട് കേൾക്കാം. ഞാൻ ഫുൾ വോളിയത്തിലാണ് വെച്ചിരിക്കുന്നത്. എന്നിട്ടും അല്ല, ഇച്ചിരി സ്ലോ ആയിരുന്നു ഇന്നലെ, അങ്ങനെ ആയിരുന്നു. ഞാൻ ചോദിച്ചത് തത്വം എന്ന് പറഞ്ഞാൽ തനതായ എന്ന അർത്ഥമാണോ എന്ന്. അതെ അതെ. അപ്പൊ തത്വത്തിന്റെ മുദ്ര, ദ വെരി ഇംപ്രിന്റ് ഓഫ് ദ വെരി എസൻസ് ഓഫ് ഗാഡ്, ഓർ ഇവിടെ ആംപ്ലിഫൈഡ് വേർഷനിൽ കൊടുത്തിരിക്കുന്നത് the perfect imprint and very image of God's nature എന്നാണ്. സ്തോത്രം. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്നലെ ഏറ്റവും ഒടുവിൽ കണ്ടുകൊണ്ടിരുന്നത് വൺനെസ് ഗ്രൂപ്പ് എന്ന് വെച്ചാൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും മൂന്ന് വ്യക്തികളല്ല, ഒറ്റ വ്യക്തി മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്ന, തങ്ങൾ പെന്തക്കോസ്തുകാരാണ് എന്ന നിലയിൽ തന്നെ മറ്റുള്ളവരെ പഠിപ്പിക്കുന്ന, പെന്തക്കോസ്ത് സഭയുടെ ഒരു വിഭാഗം എന്ന നിലയിൽ പൊതുജനം അറിയുന്ന ഒരു വിഭാഗമാണ് ഈ വണ്ണസ്സുകാര്. അപ്പോൾ അവര് പറയുന്നത്, യേശുക്രിസ്തു പറഞ്ഞല്ലോ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. അപ്പം ഈ മൂന്ന് പേരുടെയും കൂടെ നാമം ഒറ്റ നാമമേ ഉള്ളൂ, ഒറ്റ ഒരാൾ മാത്രമേ ഉള്ളൂ. പഴയ നിയമത്തിൽ കാണുന്ന യഹോവ പുതിയ നിയമത്തിൽ യേശുക്രിസ്തുവായി. ക്രൂശിക്കപ്പെട്ട യേശുക്രിസ്തു പിന്നീട് പരിശുദ്ധാത്മാവായി. മൂന്നും ഒരാൾ തന്നെ എന്നതാണ് ഏകാത്മകതാവാദം. മലയാളത്തിൽ എങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നത്, വൺനെസ് എന്ന് പറയുന്ന ഗ്രൂപ്പുകാർ. എന്നാൽ ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് പിതാവിനെയും പുത്രനെയും, ഇവിടെ പരിശുദ്ധാത്മാവിനെ രേഖപ്പെടുത്തിയിട്ടില്ല, കാരണം തൃത്വ ഉപദേശ സ്ഥാപനമല്ല ഇവിടുത്തെ പ്രധാന വിഷയം. അതുകൊണ്ട് തന്നെ പിതാവിനെയും പുത്രനെയുമാണ് ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ കർത്താവായ യേശുക്രിസ്തു പിതാവായ ദൈവത്തോട് തത്തുല്യനായി സകലത്തിലും നിൽക്കുമ്പോൾ തന്നെ രണ്ടുപേരും രണ്ട് വ്യക്തികളാണ് എന്ന് ഇവിടെ വ്യക്തമാക്കുന്നു. അതാണ് നാം ഇന്നലെ ഏറ്റവും ഒടുവിൽ ചിന്തിച്ചു കൊണ്ടിരുന്നത്. അതേ സംബന്ധിച്ച് ഒരു ചോദ്യം ഇന്ന് എനിക്ക് ലഭിച്ചിരുന്നു. അതിന് ചോദ്യകർത്താവിന് ഞാൻ മറുപടി കൊടുത്തു. നമ്മുടെ ക്ലാസ്സുകളിൽ ഇതിനു മുമ്പും നമ്മുടെ ട്രിനിറ്റി, ത്രിയേകത്വത്തിന്റെ ക്ലാസ് മുതൽ പല ക്ലാസ്സുകളിലും പറഞ്ഞിട്ടുള്ള, ഉന്നയിക്കപ്പെട്ടിട്ടുള്ളതായ ചോദ്യവും പറഞ്ഞിട്ടുള്ള മറുപടിയുമാണ്. ഇന്നും ആ ചോദ്യം ആവർത്തിച്ചു. അതുകൊണ്ട് ഞാൻ ഈ സന്ദർഭത്തിൽ ഒന്നും കൂടെ അതേക്കുറിച്ച് രണ്ട് വാക്ക് കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യം അതിൽ ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ചോദിച്ചിരിക്കുന്നത്, when we say Jesus Christ is perfectly God and man, does he have along with divine nature human nature also, which he had when he was on earth? യേശുക്രിസ്തു പൂർണ്ണമായും ദൈവവും പൂർണ്ണമായും മനുഷ്യനുമാണ് എന്ന് വരുമ്പോൾ
യേശു ക്രിസ്തുവിന് ഭൂമിയിൽ വെച്ചുണ്ടായിരുന്ന മനുഷ്യത്വം ഇപ്പോഴും അതേപടി തന്നെ ഉണ്ടോ? മറ്റൊരർത്ഥത്തിൽ നിത്യതയിൽ യേശു മനുഷ്യനും ദൈവവും ആയിരിക്കുമോ, അതോ ദൈവം മാത്രമായിരിക്കുമോ, അതോ മനുഷ്യൻ മാത്രമായിരിക്കും? അല്ലെങ്കിൽ അതേ ചോദ്യം മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ, യേശുക്രിസ്തു ശരി മനുഷ്യനായിട്ട് പിറന്നപ്പോൾ, ഭൂമിയിലായിരുന്നപ്പോൾ, ക്രൂശിക്കപ്പെട്ടപ്പോൾ പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമായിരുന്നു. യേശു ഉയർത്തെഴുന്നേറ്റു, സ്വർഗത്തിലേക്ക് പോയി. സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്ത ശേഷം, ആഫ്റ്റർ ദ അസെൻഷൻ ഇൻ ടു ഹെവൻ, സ്വർഗാരോഹണ ശേഷം യേശുക്രിസ്തുവിൽ ഈ ദൈവത്വവും മനുഷ്യത്വവും ഒരുപോലെ ഉണ്ടോ, അതോ ദൈവത്വം മാത്രമേ ഉള്ളൂ? അല്ലെങ്കിൽ അതേ ചോദ്യം മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ, യേശുവിന്റെ മനുഷ്യത്വം ഭൂമിയിൽ യേശു ആയിരുന്ന കാലത്തേക്ക് മാത്രമായിരുന്നുവോ? നമ്മുടെ പ്രവാചക ഭാഷയിൽ പറഞ്ഞാൽ ഒരു ബ്രാക്കറ്റ് പീരീഡിലേക്ക് മാത്രമായിരുന്നുവോ? ഒരു ബ്രാക്കറ്റ് പീരീഡ്, നമുക്കത് പരിചയമുള്ള പദങ്ങളാണല്ലോ. സ്തോത്രം. ഇതാണ് ചോദ്യം. നമ്മളതിന് ഉത്തരം കണ്ടെത്തിയിട്ടുണ്ട്. കണ്ടെത്തുക എന്ന് പറഞ്ഞ് ബൈബിളിൽ പറഞ്ഞിട്ടുള്ളത് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. യേശുക്രിസ്തു കന്യകാ ജനനം എടുക്കുന്നതുവരെ, അല്ലെങ്കിൽ മറിയയുടെ ഉദരത്തിൽ ഉരുവാകുന്നതുവരെ ദൈവം മാത്രമായിരുന്നു. അതുവരെ യേശുവിൽ മനുഷ്യത്വം ഇല്ലായിരുന്നു. എന്നാൽ യേശുക്രിസ്തു മനുഷ്യനായി മറിയയുടെ ഉദരത്തിൽ പിറന്നത് മുതൽ, ഭൂമിയിൽ ജനിച്ചത് മുതലല്ല, മറിയയുടെ ഉദരത്തിൽ ഉരുവായത് മുതൽ യേശുക്രിസ്തുവിൽ ഈ രണ്ട് ആളത്വങ്ങളും, അതായത് ദൈവത്വവും മനുഷ്യത്വവും ഒരുപോലെ പൂർണ്ണതയിൽ നിലനിൽക്കുന്നു. അന്ന് മുതൽ നിത്യകാലത്തേക്കും. അന്ന് മുതൽ നിത്യകാലത്തേക്കും. അതുകൊണ്ടും കൂടെയാണ് നാം ഇതിനു മുൻപ് പഠിച്ചിട്ടുള്ളത് യേശു ഒരു അവതാരമല്ല എന്ന്. അവതാരം ഒരു രൂപമെടുക്കുന്നത് ഒരു നിശ്ചിത കാലയളവിലേക്ക് മാത്രമാണ്. അവതാരങ്ങളൊക്കെ നമ്മുടെ ഭാരതത്തിലാണ് ഉണ്ടായിട്ടുള്ളത്, അല്ലെങ്കിൽ ഉണ്ടായിട്ടുള്ളതെന്ന് വിശ്വസിക്കുന്നത്. ഈ അവതാരങ്ങളെല്ലാം നമ്മൾ നേരത്തെ ദശാവതാരങ്ങളെ കുറിച്ച് പഠിച്ചതായിരുന്നു. ഈ അവതാരങ്ങളെല്ലാം അവതാരമെടുക്കുന്നതിന് മുമ്പ് അവയായിരുന്നില്ല. അവയുടെ അവതാര കാലഘട്ടത്തിന് ശേഷം അതായിരിക്കുന്നുമില്ല. കേവലം ആ ഒരു നിശ്ചിത കാലഘട്ടത്തിലേക്ക് മാത്രം അവ കൈക്കൊണ്ട രൂപങ്ങളാണ്, ഭാവങ്ങളാണ് അവതാരങ്ങൾ. എന്നാൽ യേശു അങ്ങനെയല്ല. യേശു അങ്ങനെയുള്ള ഒരു അവതാരം അല്ല. അതായത് യേശു ഭൂമിയിൽ വന്നപ്പോൾ സ്വീകരിച്ച ശരീരം ആ ഒരു 33 അല്ലെ 33.5 വർഷത്തേക്ക് മാത്രം ആയിരുന്നില്ല. യേശുക്രിസ്തുവിന്റെ മനുഷ്യത്വം നിത്യതയോളം നിലനിൽക്കുന്നതാണ്. നാം പല തെളിവുകൾ തിരുവെഴുത്തിൽ നിന്ന് കണ്ടിട്ടുണ്ട്. ഇപ്പോൾ യേശു പിതാവിന്റെ വലത്തുഭാഗത്ത് മഹാപുരോഹിതനായിരിക്കുന്നത്, അതിന്റെ വിശദീകരണം നമുക്ക് ഈ പുസ്തകത്തിന്റെ ഈ എബ്രായ ലേഖനത്തിന്റെ മുൻപോട്ടുള്ള അധ്യായങ്ങളിൽ ലഭിക്കുന്നതാണ്. അതുകൊണ്ട് ഇവിടെ കൂടുതൽ വിശദീകരണം തരുന്നില്ല. യേശുക്രിസ്തു ഇപ്പോഴായിരിക്കുന്ന പിതാവിന്റെ വലത്തുഭാഗത്തെ ശുശ്രൂഷ മഹാപുരോഹിത ശുശ്രൂഷയാണ്. യേശു മനുഷ്യരായ നമുക്ക് വേണ്ടി മഹാപുരോഹിതനായിരിക്കുന്നത് കൊണ്ട്
യേശുവിന് ആരായിരുന്നേ പറ്റൂ? നമ്മിൽ ഒരുവനായിരുന്നേ പറ്റൂ, മനുഷ്യനായിരുന്നേ പറ്റൂ. യേശു വീണ്ടെടുക്കാൻ വന്നപ്പോഴും വീണ്ടെടുക്കേണ്ടത് മനുഷ്യരെയായിരുന്നത് കൊണ്ട് ഈ വീണ്ടെടുപ്പുകാരനും മനുഷ്യരിൽ ഒരുവനായിട്ട് തന്നെ വരേണ്ടി വന്നു. അതുകൊണ്ടാണ് യേശു വേറെ സൃഷ്ടികളുടെ ഒന്നും രൂപമെടുത്ത് വരാതിരുന്നത്. അപ്പോൾ യേശു ഇപ്പോൾ നമ്മുടെ മധ്യസ്ഥനാകൊണ്ട് 1 തിമോഥെയോസ് 2-ാം അധ്യായത്തിന്റെ 5-ാമത്തെ 4-5 വാക്യങ്ങളിൽ പൗലോസ് ആ കാര്യം പറയുന്നുണ്ട്. എടുത്തെങ്കിൽ ഒന്ന് വായിച്ചോളൂ. അവൻ സകല മനുഷ്യരും രക്ഷ പ്രാപിപ്പാനും സത്യത്തിന്റെ പരിജ്ഞാനത്തിൽ എത്തുവാനും മനുഷ്യനായ ക്രിസ്തുയേശു. നമുക്ക് വേണ്ടത് വന്നപ്പം കുഴപ്പമില്ലാതെയും കിട്ടി. തുടക്കം ഞങ്ങൾക്ക് കിട്ടി. ഏറ്റവും ഒടുവിൽ മനുഷ്യനായ ക്രിസ്തുയേശു തന്നെ എന്നുള്ളതും കേട്ടു. ബാക്കിയുള്ളതെല്ലാം മുറിഞ്ഞുപോയി. കുഴപ്പമില്ല, നമുക്ക് അത്യാവശ്യമുള്ളത് അതേ ഉള്ളൂ. ദൈവം ഒരുവൻ, 5-ാം വാക്യം പറയുന്നു, ദൈവത്തിനും മനുഷ്യർക്കും ഇടയിൽ മധ്യസ്ഥൻ അല്ലെങ്കിൽ മഹാപുരോഹിതൻ അല്ലെങ്കിൽ അഡ്വക്കേറ്റ്, വക്കീലായിരിക്കുന്നവനും ഒരുവൻ. ആരാണെന്ന് അവിടെ പറഞ്ഞിരിക്കുന്നത്? നമുക്ക് മനുഷ്യരാശിക്കെല്ലാവർക്കും വേണ്ടി മറുവിലയായി തന്നെത്താൻ അർപ്പിച്ച മനുഷ്യനായ ക്രിസ്തുയേശു തന്നെ. അപ്പോൾ യേശുവിന്റെ ഇപ്പോഴത്തെ അവസ്ഥ, സ്വർഗാരോഹണ ശേഷമുള്ള അവസ്ഥ, മനുഷ്യത്വം ഉണ്ടോ? ഉണ്ട്. ആ വാക്യം തന്നെ നമ്മെ പഠിപ്പിക്കുന്നു. സ്തോത്രം. നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 5-ാമത്തെ അധ്യായം 26-28 വാക്യങ്ങളിൽ നിന്നൊക്കെ പഠിച്ചിരുന്നു. യേശുക്രിസ്തു ന്യായാധിപനാകുവാനുള്ള കാരണം, സ്തോത്രം, അവൻ മനുഷ്യപുത്രനാകയാൽ ന്യായവിധിക്കുള്ള അധികാരവും പിതാവ് അവന് കൊടുത്തിരിക്കുന്നു. അപ്പോൾ ഇപ്പോൾ മഹാപുരോഹിതനായിരിക്കുന്നത് മാത്രമല്ല, മനുഷ്യനായി യേശുക്രിസ്തു വിളങ്ങുന്നതിനുള്ള ഉദ്ദേശം അല്ലെങ്കിൽ കാരണം. ഇനി ന്യായം വിധിക്കുന്നതും ക്രിസ്തു ആരായിട്ട് തന്നെ ആയിരിക്കും? മനുഷ്യപുത്രനായിട്ട് തന്നെ ആയിരിക്കും. സ്തോത്രം. വെളിപ്പാട് പുസ്തകത്തിൽ യോഹന്നാൻ അപ്പോസ്തലൻ യേശുവിനെ കണ്ടതും 1-ാം അധ്യായം 13 മുതലുള്ള വാക്യങ്ങളിൽ മനുഷ്യപുത്രനോട് സദൃശ്യനായ ഒരുവൻ. In Jesus' high priestly ministry is being carried out in his humanity as he is interceding for humankind. Secondly, from John 5:26-28 or 25 following, we understand because he is the Son of Man, he is given with the authority to judge. That means even in the final judgment, we have already learned about different judgments. Jesus' final judgment, then also he will be judging as Son of Man. Son of Man. Then John the Apostle beheld Jesus as the Son of Man in Revelation 1:13 following. In John
the apostle again saw Jesus Christ as the slain Lamb of God in Revelation 5. വെളിപ്പാട് 5-ാമത്തെ അധ്യായത്തിൽ യോഹന്നാൻ അപ്പോസ്തലൻ യേശുക്രിസ്തുവിനെ അറുക്കപ്പെട്ട കുഞ്ഞാടായിട്ടാണ് കാണുന്നത്. അത് യേശുവിന്റെ ക്രൂശീകരണത്തെ കുറിച്ച്. യേശുവിന്റെ ക്രൂശീകരണം നടന്നതും ക്രൂശീകരണത്തിന്റെ അടയാളങ്ങൾ യേശു പേറുന്നതും തൻ്റെ മനുഷ്യത്വത്തിലാണ്, തൻ്റെ മനുഷ്യ ശരീരത്തിലാണ്. 5, യേശു ഉയർത്തെഴുന്നേറ്റപ്പോൾ യേശുവിൻ്റെ ഭൗതിക ശരീരം കർത്താവ് ഉപേക്ഷിച്ചില്ല, ആ ശരീരമാണ് ഉയർത്തെഴുന്നേറ്റത്. ഏത് ശരീരമാണോ ക്രൂശിക്കപ്പെട്ടത്, ഏത് ശരീരത്തിലാണോ യേശു വെളിപ്പെട്ടത്, അതേ ശരീരത്തിന്റെ ആ ശരീരം അങ്ങനെ തന്നെയാണ് ഉയർത്തെഴുന്നേറ്റത്. ആ ഭൗതിക ശരീരമാണ് ഉയർത്തെഴുന്നേറ്റത്. അല്ലായിരുന്നെങ്കിൽ ആ ശരീരം ഇന്ന് ഭൂമിയിൽ എവിടെയെങ്കിലും കാണണമായിരുന്നു. ആ ശരീരമാണ് ഉയർത്തെഴുന്നേറ്റത്. ഉയർക്കുക മാത്രമല്ല, അത് രൂപാന്തരപ്പെട്ടത്. ആ ശരീരത്തിലാണ് യേശു 40 ദിവസങ്ങളോളം പലർക്കും പ്രത്യക്ഷപ്പെട്ടത്. അതേ ശരീരത്തോടു കൂടെയാണ് യേശു സ്വർഗത്തിലേക്ക് കയറിപ്പോയത്. ആ പോയതുപോലെ തന്നെ ഫിസിക്കലായി ശരീരത്തോടു കൂടെ മടങ്ങി വരുമെന്നാണ് ആക്ട്സ് 1:11 അപ്പോസ്തല പ്രവൃത്തികൾ 1:11 ശിഷ്യന്മാരോട് ദൂതന്മാർ പറഞ്ഞത്. അപ്പോൾ യേശു മടങ്ങി വരുമ്പോഴും എന്തുണ്ടാവും? ഇതേ ശരീരം. അപ്പോൾ 6 കാര്യങ്ങൾ നമ്മളിപ്പോൾ ചിന്തിച്ചു. 5-ാമത്തെ കാര്യം ചിന്തിച്ചത് യേശുവിന്റെ മരിച്ച അതേ ഭൗതിക ശരീരം ഉയർത്തെഴുന്നേറ്റു എന്നാണ്. ആ ശരീരത്തോടു കൂടെയാണ് യേശു സ്വർഗത്തിലേക്ക് കയറിപ്പോയത്. അത് വേണമെങ്കിൽ 6-ാമത്തേതാക്കാം. അതുപോലെ തന്നെ അതേ ശരീരത്തോട്, ഫിസിക്കലി ശരീരത്തോടുകൂടെ യേശു മടങ്ങി വരുമെന്ന് പറഞ്ഞിരിക്കുന്നു. അത് 7-ാമത്തേതാക്കാം. സ്തോത്രം. 7-ാമത്തേതാക്കാം. പിന്നെ നിത്യത 8-ാമത്തേത്, നിത്യത മുഴുവനും യേശുവിൻ്റെ ക്രൂശീകരണത്തിന്റെ അടയാളം കർത്താവിന്റെ ശരീരത്തിൽ കാണും എന്നും നമ്മൾ പഠിച്ചത് ആ വെളിപ്പാട് പുസ്തകത്തിൽ നിന്ന്. അങ്ങനെ ഉണ്ടാകണമെങ്കിലും ഏത് ശരീരം ഉണ്ടായേ പറ്റൂ? ക്രൂശിക്കപ്പെട്ട ഉയർത്തെഴുന്നേറ്റ ആ ശരീരം ഉണ്ടായേ പറ്റൂ. ഇതെല്ലാം യേശുവിൻ്റെ മനുഷ്യത്വം നിത്യതയിലും നിലനിൽക്കും എന്ന് കാണിക്കുന്ന കാര്യമാണ്. അപ്പൊ നിത്യത മുഴുവനും നമ്മൾ കുഞ്ഞാടിനെ വാഴ്ത്തി സ്തുതിക്കുന്നതിന് കാരണം ഇതായിരിക്കുമെന്നും സവിസ്തരം നമ്മൾ പഠിച്ചു. അപ്പൊ ഇങ്ങനെയുള്ള 8-ലധികം കാരണങ്ങളാൽ യേശുക്രിസ്തുവിൻ്റെ മനുഷ്യത്വം നിത്യതയോളം നിലനിൽക്കും. അല്ലെങ്കിൽ ആ ശരീരം എവിടെയെങ്കിലും മറവ് ചെയ്യേണ്ടി വരും. അങ്ങനെ ഒന്നും സാധ്യമല്ല. സ്തോത്രം. അപ്പോൾ ആ ഒരു ലഭിച്ച ചോദ്യം ഞാൻ ഒറ്റവാക്കിൽ ഉത്തരം കൊടുത്തിരുന്നു. വിശദീകരിച്ചത് ഇപ്പോഴാണ്. നമ്മൾ നേരത്തെ വിശദീകരിച്ചിട്ടുണ്ടെങ്കിലും ഒന്നും കൂടെ ആവർത്തിച്ചു. അത് ആവർത്തിക്കുന്നത് കൊണ്ട് നമുക്ക് ദോഷമില്ലെന്നാണ് കരുതുന്നത്. ചിലർക്ക് അല്പം ചിലപ്പോൾ ആവർത്തന വിരസത തോന്നിയേക്കാം. എങ്കിലും മറന്നുപോയവർക്കൊന്നും കൂടെ ഓർമ്മ പുതുക്കുന്നതിന് അത് കാരണമാകുമല്ലോ എന്ന് വെച്ച് അത്രയും ഞാൻ ചെയ്തതാണ്. സ്തോത്രം. ആർക്കെങ്കിലും വിരസത തോന്നിയെങ്കിൽ ക്ഷമാവണം. അപ്പൊ നമ്മള് ഇന്നലെ വരെ ചിന്തിച്ച കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് മറ്റെന്തെങ്കിലും വിശദീകരണം ആവശ്യമുണ്ടെങ്കിൽ ചോദിച്ചാട്ടെ.
ഒന്നുമില്ലെങ്കിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടെ ഈ രണ്ട് ചിന്താഗതികളെ ആസ്പദീകരിച്ചുകൊണ്ട് പറവാൻ ആഗ്രഹിക്കുന്നു. അതായത് യേശുക്രിസ്തു പിതാവായ ദൈവത്തിന്റെ തേജസ്സിന്റെ പ്രഭയും തത്വത്തിന്റെ മുദ്രയും എന്നുള്ളത്. സ്തോത്രം. A couple of things more as a description to this particular phrase or these two major claims. As in verse number 3, Jesus Christ was the very effulgence of God's glory and the exact expression of God's very essence or nature. സ്തോത്രം. ഇതേ സംബന്ധിച്ച് നമ്മൾ ചില കാര്യങ്ങൾ ഇന്നലെ കാണുകയുണ്ടായി. കർത്താവായ യേശു ക്രിസ്തു ദൈവത്തിന്റെ തേജസ്സാണ്. അങ്ങനെ പഴയ നിയമത്തിലെ ഒരു പ്രവാചകനുമായിരുന്നില്ല എന്ന് നമ്മൾ കണ്ടു. പഴയ നിയമത്തിൽ ഏതാണ്ട് 17ഓളം റൈറ്റിംഗ് പ്രോഫറ്റ്സ്, എഴുത്തുകാരായ പ്രവാചകന്മാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. യെശയ്യാവ് മുതൽ മലാഖി വരെ. അതുകൂടാതെ ഓറൽ പ്രോഫറ്റ്സ്, നമ്മളതും മുമ്പൊരു ക്ലാസ്സിൽ പറഞ്ഞതായിരുന്നു. ഈ പ്രയോഗങ്ങൾ പ്രവചനങ്ങൾ എഴുതാതെ വാമൊഴിയായി മാത്രം പ്രവചിച്ച പ്രവാചകന്മാരും വേറെയുണ്ട്. അതിൽ ഒന്നാമനായി നമ്മൾ കണ്ടതും പഠിച്ചതും എഴുതി എന്നുള്ളത് തന്നെയാണ് നമ്മൾ വായിക്കുന്നത് ഹാനോക്കാണ്. അവിടുന്ന് ഇങ്ങോട്ട് പല പ്രവാചകന്മാരും, മോശ ഉൾപ്പെടെയുള്ള പ്രവാചകന്മാർ പലരുമുണ്ട്. ഏലിയാവും എലീശയും ഉൾപ്പെടെ ഉള്ളവർ, നാഥാനും ഗാദും ഉൾപ്പെടെ ഉള്ളവർ, ഹുൽദയും ഹന്നായും ഉൾപ്പെടെയുള്ള പ്രവാചകിമാരും ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ പ്രവാചകരാരും തന്നെ ദൈവത്തിന്റെ തേജസ് വെളിപ്പെടുത്തിയവരല്ല. എന്നാൽ അവരിൽ നിന്നും വ്യത്യസ്തനായി കർത്താവായ യേശു ദൈവത്തിന്റെ തേജസ്സായിരുന്നു എന്നാണ് നാം മനസ്സിലാക്കുന്നത്. അതേ സംബന്ധിച്ച് ചില വാക്യങ്ങൾ നമ്മൾ ഇന്നലെ യോഹന്നാന്റെ സുവിശേഷം 1-ാമത്തെ അധ്യായത്തിൽ നിന്ന് വായിക്കുകയുണ്ടായി. 1-ാം അധ്യായത്തിന്റെ 4 മുതൽക്കുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്, സകല ലോകത്തെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു. സ്നാപക യോഹന്നാനോട് പലരും ചോദിച്ചു, നീ വെളിച്ചമാണോ? നീ വെളിച്ചമാണോ? പറഞ്ഞു, അല്ല, ഞാൻ വെളിച്ചത്തിന് സാക്ഷ്യം പറയാൻ മാത്രം വന്നിരിക്കുന്നയാളാ. അപ്പോൾ 1-ാം അധ്യായത്തിന്റെ 4 മുതലുള്ള വാക്യങ്ങളിൽ യേശുക്രിസ്തു ലോകത്തെ പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം, the true light that enlightens the world. ഞാൻ ശുശ്രൂഷിക്കുന്ന ചെറിയ ആട്ടിൻകൂട്ടത്തിലെ ദൈവമക്കൾക്ക് ഓർമ്മ കാണും. ഞങ്ങള് 7 I am sayings, 7 ഞാനാകുന്നു എന്ന പ്രഖ്യാപനങ്ങൾ യേശുക്രിസ്തു നടത്തിയതിനെ കുറിച്ച് പഠിച്ചത്. ആ സമയത്ത് അതെല്ലാം യോഹന്നാന്റെ സുവിശേഷത്തിലാണ്. അപ്പോൾ ഞങ്ങൾ പഠിച്ച ഒരു കാര്യമാണ്, യോഹന്നാൻ യേശുക്രിസ്തുവിനെ പരിചയപ്പെടുത്തുന്നത് ഒരു പ്രത്യേക പ്രയോഗമാണ്, ലൈഫ് ആൻഡ് ലൈറ്റ് എന്ന നിലയിലാണ്. യേശുവിനെ യോഹന്നാൻ പരിചയപ്പെടുത്തുന്നത് ലൈഫ് ആൻഡ് ലൈറ്റ്, ജീവനും വെളിച്ചവും എന്ന നിലയിലാണ്. സ്തോത്രം. അതുകൊണ്ട് അവനിൽ വെളിച്ചമുണ്ടായിരുന്നു, അവനിൽ ജീവൻ ഉണ്ടായിരുന്നു എന്നൊക്കെ യോഹന്നാൻ യേശുവിനെ പറ്റി പറയുന്നത്. ഇപ്പൊ യോഹന്നാന്റെ സുവിശേഷത്തിൽ, ലേഖനത്തിലും അങ്ങനെയൊക്കെ തന്നെയാണ്. പ്രത്യേകിച്ച് 1-ാമത്തെ ലേഖനത്തിൽ
യേശുക്രിസ്തുവിനെ ദൈവത്തിന്റെ തേജസ്സും ദൈവത്തിന്റെ ജീവനുമായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ എബ്രായ ലേഖനകർത്താവും അത് തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ യേശുക്രിസ്തുവിലുള്ള ദൈവത്തിന്റെ തേജസ്സിനെ കുറിച്ച് ഇവിടെ പറയുന്നു. ഇന്നലെ നമ്മൾ യോഹന്നാൻ 1:14 കണ്ടു. കൊരിന്ത് ലേഖനത്തിൽ നിന്നും നമ്മൾ വായിച്ചു കർത്താവായ യേശുക്രിസ്തുവിന്റെ മഹത്വത്തെ സംബന്ധിച്ച്. സ്തോത്രം. മഹത്വത്തെ സംബന്ധിച്ച്, തേജസ്സിനെ കുറിച്ച്. സ്തോത്രം. കുറച്ച് കാര്യങ്ങൾ കൂടെ നമുക്ക് അതേ സംബന്ധിച്ച് പഠിക്കുവാനായിട്ടുണ്ട്. അതിൽ മറ്റൊരു കാര്യം, ഇന്നലെ നമ്മൾ വണ്ണസ് എന്ന് പറയുന്ന ദുരുപദേശ വസ്തുതയാണ് ഇവിടെ ഈ വാക്യങ്ങൾ വെച്ച്, അല്ലെങ്കിൽ ഈ എബ്രായർ 1:3 വെച്ച് ഖണ്ഡിച്ചത്. അതുപോലെ തന്നെ ഈ വാക്യം ഖണ്ഡിക്കുന്ന മറ്റൊരു കാര്യമുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, ഏരിയനിസം എന്ന് പറയുന്ന ഒരു ദുരുപദേശം. അതും നമ്മൾ ട്രിനിറ്റി, ത്രിയേകത്വം പഠിച്ചപ്പോൾ പഠിച്ച ഒരു കാര്യമായിരുന്നു ഏരിയനിസം. ഇന്ത്യയിലെ ആര്യൻസുമായിട്ട് ഉച്ചാരണത്തിൽ ഒരുപക്ഷെ സാമ്യം തോന്നും, പക്ഷെ വ്യത്യസ്തമാണ്. ARYA ആണ് ഇന്ത്യയിലെ ആര്യൻസ് എന്നുള്ളതിന്. എന്നാൽ ഇത് ARIU, ഏരിയസ് എന്ന് പറയുന്ന AUUS, ഏരിയസ് എന്ന് പറയുന്ന ഒരു പട്ടക്കാരന്റെ ദുരുപദേശമായിരുന്നു ഇത്. ഏർലി 4th century AD, ക്രിസ്തുവർഷം 4ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ജീവിച്ചിരുന്ന ഒരു പ്രീസ്റ്റ്, ഒരു പട്ടക്കാരനായിരുന്നു ഈ ഏരിയസ് എന്ന് പറയുന്നയാൾ. അയാള് ബൈബിളിലെ ചില വാക്യങ്ങളെ കോട്ടിമാട്ടിക്കളഞ്ഞിട്ട് യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തെ നിഷേധിച്ചു. He denied the deity of Jesus, the eternity of Jesus, co-equality of Jesus with the Father. He denied all these things. ഏരിയസ് എന്ന് പറയുന്ന ആ പട്ടക്കാരൻ, ആ പ്രീസ്റ്റ്, ഞാൻ പുരോഹിതൻ എന്ന് വിളിക്കാൻ ഇഷ്ടപ്പെടുന്നില്ലാത്തത് കൊണ്ടാണ് പട്ടക്കാരൻ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ പട്ടക്കാരെ നമ്മൾ പട്ടക്കാരെന്ന് വിളിച്ചാൽ മതി. പുരോഹിതന്മാരെന്ന് വിളിക്കേണ്ട ആവശ്യമില്ല. അവരാരും പുരോഹിതന്മാരല്ല. പട്ടക്കാരെന്ന് വിളിച്ചോളൂ, കുഴപ്പമില്ല. അവർ പട്ടക്കാരാണല്ലോ. പട്ടം കിട്ടിയത് കൊണ്ട് പട്ടക്കാർ. പട്ടക്കാരും മേൽപ്പട്ടക്കാരും. പുരോഹിതന്മാരെന്നും പിന്നെ തിരുമേനിമാരെന്നും ഒന്നും വിളിക്കുന്നതിനേക്കാൾ നല്ല പ്രയോഗം പട്ടക്കാരും മേൽപ്പട്ടക്കാരും എന്ന് വിളിക്കുന്നതാണ്. അത് സന്ദർഭവശാൽ ഒന്ന് പറഞ്ഞു വിടുന്നേ ഉള്ളൂ. ഈ ഉലകത്തിൽ ഒരു തിരുമേനിയും ഇല്ല. നമ്മുടെ കേരളത്തിലെ ഹൈന്ദവ അഹൈന്ദവ സമൂഹം മുഴുവനും, ഹൈന്ദവ അഹൈന്ദവ സമൂഹം മുഴുവനും തിരുമേനി എന്ന് വിളിച്ചിരുന്ന ഒരു പുള്ളിക്കാരൻ കിലോ കണക്കിന് സ്വർണമ അടിച്ചു മാറ്റിയത്. ഇപ്പം ജയിലിലാണെന്നുള്ളത് നമുക്കറിയാമല്ലോ. വാർത്തകൾ വരുന്നത് കൊണ്ട് ഞാൻ തുറന്നങ്ങ് പറഞ്ഞു എന്നേ ഉള്ളൂ. എന്നാലും ദൈവത്തിന്റെ സ്വർണം പോലും അടിച്ചു മാറ്റിയല്ലോ എന്നാണ് ആ പുള്ളിയെക്കുറിച്ച് ആൾക്കാർ പറയുന്നത്. അതും ഇച്ചിരൊന്നുമല്ല, കിലോ കണക്കിന്. ഇപ്പൊ തിരുമേനി എന്ന് വിളിച്ചുകൊണ്ടിരുന്നതാ ആ പുള്ളിയെ. നമ്പൂതിരിയ. ശബരിമലയിലെ
പൂജാരിയായിരുന്നയാൾ. ഇപ്പൊ തിരുമേനിയാണല്ലോ. വേറെ തിരുമേനിമാരൊക്കെ കാണിച്ചു കൂട്ടിയിട്ടുള്ള വേണ്ടാതനങ്ങളെ കുറിച്ച് നമുക്ക് പരസ്യമായിട്ട് പറയാനും ഒക്കത്തില്ല. അത്രയ്ക്കും ഇമ്മോറൽ ആക്ടിവിറ്റീസിൽ, അസാൻമാർഗിക കാര്യങ്ങളിൽ ഏർപ്പെട്ടിട്ടുള്ളവരെയാണ് തിരുമേനി എന്ന് ഒരു മതത്തില് മാത്രമല്ല ഞാൻ പറയുന്നത് കേട്ടോ, എല്ലാ മതങ്ങളിലും. പ്രത്യേകിച്ച് ഈ തിരുമേനി പ്രയോഗം എനിക്ക് തോന്നുന്നു ഹിന്ദുക്കളിലും ക്രിസ്ത്യാനികളിലുമേ ഉള്ളൂ. പണ്ട് പിന്നെ രാജാക്കന്മാരൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് രാജാക്കന്മാരെ വിളിക്കാറുണ്ടായിരുന്നു. അല്ലാതെ ഇപ്പോൾ നിലനിൽക്കുന്നത് എൻ്റെ അറിവിൽ ഈ രണ്ട് മതങ്ങളിലാണ്, ക്രിസ്ത്യാനിത്വത്തിലും ഹിന്ദുമതത്തിലും. എവിടുത്തെ ആയാലും ഇവരാരും തിരുമേനിമാർ അല്ല. തിരുമേനി എന്ന് വിളിക്കപ്പെടാൻ ഒരാൾ മാത്രമേ ഉള്ളൂ അർഹനായിട്ടുള്ളത്. സ്തോത്രം. പാപമില്ലാതെ ജനിച്ചവൻ, പാപമില്ലാതെ ജീവിച്ചവൻ. സ്തോത്രം. പാപം അറിയാതെ ജീവിച്ചവൻ, പാപം ചെയ്യാതെ ജീവിച്ചവൻ, സ്വഭാവത്തിൽ പാപമില്ലാതിരുന്നവൻ, ഒരിക്കൽ പോലും പാപത്തിന്റെ ക്ഷമയ്ക്ക് വേണ്ടി അപേക്ഷിക്കേണ്ടി വന്നിട്ടില്ലാത്തവൻ, യാഗങ്ങൾ നിലനിന്നിരുന്ന കാലത്ത് ഒരിക്കൽ പോലും ഒരു സ്വന്തം പാപപരിഹാരത്തിന് വേണ്ടി യാഗമർപ്പിക്കേണ്ടി വന്നിട്ടില്ലാത്തവൻ. അങ്ങനെയുള്ള ഒരുവൻ മാത്രമേ ഉള്ളൂ തിരുമേനി എന്ന പേരിന്, സംബോധനയ്ക്ക് അർഹനായിട്ടുള്ളത്. പോട്ടെ, അത് അവിടെ വിട്ടിട്ട് തിരിച്ചു വരുന്നു. ഏരിയസ് എന്ന് പറയുന്ന ഈ പട്ടക്കാരൻ യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തെ നിഷേധിച്ചു. യേശുക്രിസ്തു സ്രഷ്ടാവല്ല, സൃഷ്ടിയാണെന്ന് പഠിപ്പിച്ചു. He taught that Jesus is a creation, just a creation with some of the divine attributes. ദൈവത്തിന്റെ ചില സ്വഭാവങ്ങളൊക്കെ അല്പാൽപമായി ജീവിതത്തിലുള്ള വെറും ഒരു സൃഷ്ടി. He was the firstborn of all creation. എല്ലാ സൃഷ്ടികൾക്കും ആദ്യജാതനായി ദൈവം ഉണ്ടാക്കിയ ഒരു സൃഷ്ടി മാത്രമായിരുന്നു യേശു എന്ന് ഈ ഏരിയസ് പഠിപ്പിച്ചു. ആ ഉപദേശം പിന്തുടർന്നവരെ ഏരിയനിസ്റ്റുകൾ, ഈ ഏരിയന്റെ പിൻഗാമികൾ എന്ന് വിളിച്ചു. അങ്ങനെ ഏരിയനിസം എന്ന് പറയുന്ന ഒരു ദുരുപദേശം ഉണ്ടാകും. ഏരിയനിസംകാര് ഏറ്റവും അധികം വെറുത്ത പുസ്തകമാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന എബ്രായ ലേഖനം. അതിന്റെ പ്രധാന കാരണം ഈ 3-ാമത്തെ വാക്യമാണ്. സ്തോത്രം. ഏരിയനിസ്റ്റുകൾ, ഏരിയനിസം വിശ്വസിച്ചിരുന്നവർ എബ്രായ ലേഖനം കാനോനികമല്ലാത്ത പുസ്തകമാണ്, അത് തിരുവെഴുത്തുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തരുത് എന്ന് ശക്തിയുക്തം വാദിച്ചവരാണ്. കാരണം യേശുക്രിസ്തുവിന്റെ പിതാവായ ദൈവത്തോട് ഒപ്പമുള്ള തുല്യതയാർന്ന ആളത്വത്തെ ഇത്രയും വിശദീകരിക്കുന്ന മറ്റൊരു പുസ്തകമില്ലെന്ന് വേണമെങ്കിൽ പറയാം ബൈബിളിനകത്ത്. അതിൽ തന്നെ ഏറ്റവും പ്രധാന വാക്യം നമ്മളിപ്പോൾ പഠിക്കുന്ന 3-ാമത്തെ വാക്യമാണ്. സ്തോത്രം. സാന്ദർഭികമായി ആ 3-ാം വാക്യം ഒന്നും കൂടെ വായിച്ചാട്ടെ. സ്തോത്രം. He is the radiance of the glory of God and the exact imprint of his nature, and he upholds the universe by the word of his power. Praise God. സ്തോത്രം. അവന്റെ യേശു പിതാവായ ദൈവത്തിന്റെ തേജസ്സിന്റെ പ്രഭ. തേജസ്സിന്റെ പ്രഭ. സ്തോത്രം.
പല ബൈബിളുകളിലും ഈ ഇന്നലെ നമ്മൾ പറഞ്ഞ തേജസ്സിന്റെ പ്രഭ എന്നുള്ളതിനെ തെറ്റായിട്ട് തർജ്ജമ ചെയ്തിട്ടുണ്ട്. സ്തോത്രം. യേശുക്രിസ്തു നമ്മൾ ഇന്നലെ കണ്ടായിരുന്നുവല്ലോ. സ്തോത്രം. ക്യാരക്ടർ എന്ന പദം ബ്രില്യൻസ് യാ റേഡിയൻസ് എന്ന് തർജ്ജമ ചെയ്തിട്ടുള്ളത്. സ്തോത്രം. അപ്പോൾ ആ പ്രഭ, സ്തോത്രം, റിഫ്ലക്ഷൻ എന്ന ഒരു അർത്ഥവും കൂടെ ഉള്ളതായി നമ്മൾ ഇന്നലെ പഠിച്ചിരുന്നു. അതുകൊണ്ട് പല ബൈബിൾ വേർഷൻസും ഈ പദത്തെ റിഫ്ലക്ഷൻ എന്നാണ്, ഹി ഈസ് ദ റിഫ്ലക്ഷൻ ഓഫ് ദ ഗ്ലോറി ഓഫ് ഗാഡ് എന്നാണ് ചില വേർഷൻസിലൊക്കെ തർജ്ജമ ചെയ്തിട്ടുള്ളത്. എന്നാൽ അത് തെറ്റ് എന്ന് പറഞ്ഞാൽ റേഡിയൻസ് അല്ലെങ്കിൽ ബ്രില്യൻസ് എന്ന് തന്നെ ഉള്ളതാണ് ഏറ്റവും ശരിയായ തർജ്ജമ. റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ അതിനുള്ള അർത്ഥം നമുക്കറിയാം. അതിന് ഒരു വേദചിന്തകൻ തന്നെ പറഞ്ഞിട്ടുള്ളത്, സൂര്യനിൽ നിന്നുള്ള പ്രകാശം ചന്ദ്രനിൽ അടിച്ചിട്ട് പ്രതിബിംബിക്കുകയാണ്. ചന്ദ്രനിൽ പ്രകാശം ഇല്ല, സൂര്യന്റെ പ്രകാശം ചന്ദ്രൻ പ്രതിബിംബിക്കുന്നു. We know this simple science. The moon has no radiance or light as its own. It just reflects the light receiving from the sun. But it's okay, it's fine. It reflects. But the question, whether the sun and moon have any relationship? Is the moon part of the sun? ശരിയാ, സൂര്യനിൽ നിന്നുള്ള പ്രകാശം സ്വീകരിച്ച് റിഫ്ലക്റ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ പ്രതിബിംബിക്കുന്നു ചന്ദ്രൻ. അതുകൊണ്ട് നമുക്കും രാത്രിയിൽ ഇച്ചിരൊക്കെ വെട്ടം കിട്ടാറുണ്ട്, ചന്ദ്രനും പ്രകാശിക്കാറുണ്ട്. പക്ഷെ ഈ സൂര്യനും ചന്ദ്രനും തമ്മിൽ വല്ല ബന്ധമുണ്ടോ? ഒരു ബന്ധവുമില്ല. സൂര്യന്റെ ഒന്നുമല്ല ചന്ദ്രൻ. സയൻസ് വെച്ച് ഗ്രഹം ഉപഗ്രഹം ഇതൊക്കെ പറയും, അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. വസ്തുതാപരമായി ഇക്വാലിറ്റിയിൽ, തുല്യതയിൽ, അസ്തിത്വത്തിൽ, ഗുണത്തിൽ, മേന്മയിൽ, സ്വഭാവത്തിൽ സൂര്യനുമായിട്ട് എന്തെങ്കിലും സാമ്യമുണ്ടോ ഈ പ്രതിബിംബിക്കുന്ന ചന്ദ്രന്? ഇല്ല. മനസ്സിലാവുന്നുണ്ടെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ സൂര്യനുമായിട്ട് സ്വഭാവത്തിലും അസ്തിത്വത്തിലും പ്രകൃതത്തിലും തത്വത്തിലും ഒന്നും ഒരു ബന്ധവുമില്ലാത്ത ഈ ചന്ദ്രൻ സൂര്യപ്രകാശം സ്വീകരിച്ച് പ്രതിബിംബിക്കുന്നത് പോലെ പിതാവായ ദൈവത്തിന്റെ തേജസ്സിനെ കേവലം പ്രതിബിംബിപ്പിക്കുന്ന
ഒരു ആളത്വമല്ല യേശു. അങ്ങനെയാണെങ്കിൽ എന്താ കുഴപ്പം? നിങ്ങളും കൂടെ വരുമല്ലോ. Then They are no, not co-equal. No relationship with the Father. അതിന് ഇപ്പം ചന്ദ്രൻ വേണമെന്നൊന്നുമില്ല. നമ്മളൊരു സ്റ്റീൽ പ്ലേറ്റ് പിടിച്ചാലും മതി. അല്ലെങ്കിൽ ഒരു കൊച്ചു കണ്ണാടി പിടിച്ചാൽ മതി, അല്ലെങ്കിൽ കെട്ടിയിരിക്കുന്ന വാച്ചിന്റെ ഗ്ലാസ് ഡയൽ മതി. ഈ സൂര്യപ്രകാശത്തെ മറ്റുള്ളവരിലേക്ക് പ്രതിബിംബിക്കാൻ. ചന്ദ്രൻ അങ്ങ് ദൂരെ ഒത്തിരി വലിപ്പത്തിലൊക്കെ നിൽക്കുന്നത് കൊണ്ട് ഭൂമിയുടെ പല ഭാഗങ്ങളിലേക്കും പ്രകാശം അയക്കാം. നമ്മളീ പറഞ്ഞ പ്രതിബിംബിക്കുന്ന കണ്ണാടിയോ അഥവാ ദർപ്പണം അല്ലെങ്കിൽ ഒരു സ്റ്റീൽ പ്ലേറ്റോ ഒക്കെയാണെങ്കിൽ അതിന്റെ വലിപ്പം ചെറുതായതുകൊണ്ട് കുറച്ച് ഭാഗത്തേക്ക് മാത്രമേ ഇത് പ്രതിബിംബിപ്പിക്കാൻ കഴിയത്തുള്ളൂ എന്നേ ഉള്ളൂ. നമുക്ക് ചെയ്യാൻ പറ്റുന്നതാ. നമ്മൾ ഈ പിടിച്ചിരിക്കുന്ന സ്റ്റീൽ പ്ലേറ്റിനോ ഈ ദർപ്പണം ഗ്ലാസിനോ മിററിനോ സൂര്യനുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അതുകൊണ്ട് റിഫ്ലക്ഷൻ, ജീസസ് ഈസ് ദ റിഫ്ലക്ഷൻ ഓഫ് ദ ഗ്ലോറി ഓഫ് ഗാഡ് എന്നുള്ള തർജ്ജമ തെറ്റാണെന്നാണ് പറഞ്ഞത്. അതിലെ അപകടമാണ് പറഞ്ഞത്. അങ്ങനെ കേവലം റിഫ്ലക്റ്റ് ചെയ്യുകയാണെങ്കിൽ പിതാവുമായിട്ട് പുത്രന് ബന്ധമൊന്നും ഉണ്ടാകണമെന്നില്ല. അത് ദുരുപദേശമായിട്ട് മാറും. എന്നാൽ ഇവിടെ പറയുന്നത് ജീസസ് ക്രൈസ്റ്റ് ഈസ് ദ വെരി റേഡിയൻസ് or the very brilliance of the doxa, the glory of God. The very radiance of the Shekinah of God. പിതാവായ ദൈവത്തിന്റെ തേജസ്സിന്റെ പ്രഭ. നല്ല തർജ്ജമ തന്നെയാണ് നമുക്ക് മലയാളത്തിൽ. തേജസ്സിന്റെ പ്രഭ. സ്തോത്രം. ഇപ്പം വീഡിയോ ഓൺ ചെയ്തിരിക്കുന്ന നമുക്കൊക്കെ പരസ്പരം മുഖം കാണാം. നമ്മൾ മറ്റുള്ളവരുടെ അടുക്കലും ഉണ്ടാവും. ലൈറ്റ് ഇട്ടിട്ടാണ് നമ്മൾ ഇരിക്കുന്നത്. ചിലപ്പോൾ നമ്മുടെ ലൈറ്റ് അങ്ങ് സീലിംഗ് അല്ല. ഞാനിപ്പോ ഇരിക്കുന്നത് 2 ട്യൂബ് ലൈറ്റ് സീലിംഗിൽ കത്തുന്നുണ്ട്, അതിന്റെ വെളിച്ചത്തിൽ. വേറെ ചിലടത് ഭിത്തിയിൽ എവിടെയെങ്കിലും ആയിരിക്കും. ചിലപ്പോൾ എവിടെയെങ്കിലും ഒരു ബൾബ് കത്തിയാൽ അതിനകത്ത് ഇത് രണ്ടും ഉണ്ട്. എന്തൊക്കെയാ? light and its radiance. If there is light, there is its brilliance or radiance. If there is a radiance, then absolutely, corroborately, there is a light shining. These two things are inseparable. One is not without the other. If one is there, the other one also is there. ഒരു ബൾബ് കത്തുന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രഭ വികിരണം ചെയ്യും. ഒരു ബൾബ് പ്രകാശിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രകാശം പരത്തപ്പെടും. നമ്മുടെ സാധാരണ ഭാഷയിൽ അങ്ങ് പറയാം, ആ കത്തുന്ന ബൾബാണ് പിതാവായ ദൈവം. ആ
കത്തുന്ന ബൾബിൽ നിന്നും പരത്തപ്പെടുന്ന പ്രകാശമാണ് കർത്താവായ യേശു. തമ്മിൽ ബന്ധമുണ്ടോ? ഉണ്ട് പാസ്റ്റർ. കേട്ടില്ല. ബൾബിന്റെ പ്രതിബിംബം. അതാ അവയ്ക്ക് തമ്മിൽ ബന്ധമുണ്ടെന്നാ ചോദിച്ചേ. യെസ് പാസ്റ്റർ. ഉണ്ട്. ഉണ്ട്. ലൈറ്റ് അതെ, ലൈറ്റ് കത്തുന്നത് കൊണ്ടാണ് നമ്മുടെ സാധാരണ ഭാഷ അങ്ങ് ഉപയോഗിക്കുന്നത് കേട്ടോ. കത്തുക, ലൈറ്റ് കത്തുക എന്ന് പറയുന്നത്. ആ ലൈറ്റ് അല്ലെങ്കിൽ ആ ഒരു ബൾബ് കത്തുന്നു, അത് അസ്തിത്വത്തിലായിരിക്കുന്നു. എന്നാൽ അതിൽ നിന്നും പുറപ്പെടുന്ന പ്രകാശമാണ് മുഴുവനെയും പ്രകാശിപ്പിക്കുന്നത്. തമ്മിൽ വേർപെടുത്താൻ കഴിയാത്ത തരത്തിലെ ബന്ധമാവുള്ളത്. സ്തോത്രം. വേർപെടുത്താൻ കഴിയാത്ത തരത്തിലെ ബന്ധം. അതായത് ആ കത്തുന്ന ബൾബ് ഇല്ലെങ്കിൽ എന്തില്ല? ഇവിടെ പ്രകാശമില്ല. If that bulb or that glory is not shining, we have no light. We have no radiance. സ്തോത്രം. ബൾബ് കത്തുന്നുണ്ട്, പക്ഷെ പ്രകാശം ഇല്ല എന്ന് വന്നാലോ? പ്രകാശമുണ്ട്, പക്ഷേ അതിനെ പ്രകാശിപ്പിക്കുന്ന അതിൻ്റെ സ്രോതസ്സായ ആ ബൾബ്, ആ ലൈറ്റ് അവിടെ ഇല്ലെന്ന് വന്നാലോ? സാധ്യമല്ലത്. ആ ബൾബില്ലാതെ പ്രകാശം, പ്രഭ, അതിനെയാണ് പ്രഭ എന്ന് പറഞ്ഞിരിക്കുന്നത്. ബൈബിളിൽ നമ്മൾക്ക് മലയാളത്തിലുള്ള തർജ്ജമ വെച്ച് അവിടെ പിതാവായ ദൈവം തേജസ്സായിട്ട് നിൽക്കുന്നു. അവന്റെ തേജസ്സിന്റെ പ്രഭയായിട്ട് യേശു ക്രിസ്തു ഇവിടെ പ്രകാശിക്കുന്നു. എങ്ങനെയല്ല? റിഫ്ലക്ഷൻ. Yeah, not a reflection. To have or to reflect, we need not to be part of it. സ്തോത്രം. കേവലം പ്രതിബിംബിക്കുവാൻ നാം അതിൻ്റെ പ്രകാശിക്കുന്നതിൻ്റെ, കത്തുന്നതിൻ്റെ, ജ്വലിക്കുന്നതിൻ്റെ, തേജോമയമായതിൻ്റെ ഭാഗമാകണമെന്നില്ല. യേശു കേവലം പിതാവായ ദൈവത്തിന്റെ പ്രതിബിംബിക്കുക മാത്രമായിരുന്നെങ്കിൽ യേശു ദൈവമാകണമെന്ന് നിർബന്ധമില്ലായിരുന്നു. എന്നാൽ തിരുവെഴുത്ത് പറയുന്നു, അല്ല, അവൻ ആ തേജസ്സിന്റെ പ്രകാശമാണ്. അവിടെ കത്തുന്ന ഒരു സാധനം ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മൾ ഇവിടെ പ്രാപിക്കുന്ന പ്രഭയിൽ നിന്നാണ്. സ്തോത്രം. അതുകൊണ്ടാ യോഹന്നാൻ ഇന്നലെ പറഞ്ഞത് 1:14. സ്തോത്രം. ഞങ്ങൾ അവന്റെ തേജസ് പിതാവിൽ നിന്ന് ഏകജാതനായവന്റെ തേജസ്സായി കണ്ടു. ഹല്ലേലൂയ. സ്തോത്രം. ഞങ്ങൾ പിതാവിനെ കണ്ടിട്ടില്ല, പക്ഷെ പിതാവ് ഉണ്ടെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. എങ്ങനെ? അവനിൽ നിന്ന് പുറപ്പെടുന്ന പ്രഭാവലയം ഞങ്ങൾ കണ്ടു, അത് ഞങ്ങൾ അനുഭവിച്ചു. അതുണ്ടെങ്കിൽ തീർച്ചയായും അതിൻ്റെ സ്രോതസ്സായ, സ്തോത്രം, പിതാവുണ്ട്. അതുകൊണ്ടാണ് യേശുക്രിസ്തുവിനെ കുറിച്ച് തിരുവെഴുത്ത് പറയുന്നത് അവൻ പിതാവിൽ നിന്ന് പുറപ്പെടുന്നവൻ എന്ന്. സമയം നമ്മുടേത് ആകുന്നെങ്കിലും
ട്രിനിറ്റിയിൽ ത്രിയേകത്വത്തിന്റെ പഠനത്തിൽ നമ്മൾ പഠിച്ച നിഖ്യ വിശ്വാസ പ്രമാണത്തിൽ, നൈഷ്യൻ ക്രീഡ്, നിഖ്യ വിശ്വാസ പ്രമാണത്തിൽ യേശു ക്രിസ്തുവിനെ കുറിച്ച് ആ കൗൺസിൽ എടുത്ത ഒരു പ്രഖ്യാപനം ഒന്ന് കണ്ട് നമുക്ക് നിർത്താം. ബാക്കി കർത്താവിന്റെ വരവ് താമസിച്ചാൽ ഇതിൽ നമുക്ക് അല്പവും കൂടെ പഠിക്കാനുണ്ട്. നാളെ ആ കാര്യങ്ങൾ ചിന്തിക്കാം. സ്തോത്രം. റൂഫസ്, നൈഷ്യൻ ക്രീഡ്. സ്തോത്രം. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്, എങ്കിലും ഒന്നും കൂടെ ക്രിസ്തുവിനെ സംബന്ധിച്ചുള്ളത് മാത്രം ഞാനൊന്ന് പറയുന്നതേ ഉള്ളൂ. സ്തോത്രം. ബാക്കിയുള്ളതെല്ലാം വിടുക. I believe in one Lord Jesus, Jesus Christ. Rufus, കാണുന്നില്ലല്ലോ മോനെ. I believe in one Lord Jesus Christ, the only begotten Son of God, born of the Father before all ages, God from God, light from light. Zoom it out. God from God, light from light, true God from true God, begotten, not made, consubstantial with the Father. Consubstantial means the same in substance, co-equal in substance. Consubstantial with the Father. Through him all things were made. For us men and for our salvation, he came down from heaven, and by the Holy Spirit was incarnate of the Virgin Mary and became man. For our sake he was crucified under Pontius Pilate. He suffered death and was buried, and rose again on the third day in accordance with the scriptures. He ascended into heaven and is seated at the right hand of the Father. He will come again in glory to judge the living and the dead, and his kingdom will have no end. നിഖ്യ വിശ്വാസ പ്രമാണം, അതിൽ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള കാര്യമാണിത്. മലയാളത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്: ദൈവത്തിന്റെ ഏകജാതനായ പുത്രനായി ഏക കർത്താവായ യേശു ക്രിസ്തുവിലും ഞാൻ വിശ്വസിക്കുന്നു. അവൻ സർവ്വലോകങ്ങൾക്കും മുമ്പേ തൻ്റെ പിതാവിൽ നിന്ന് ദൈവം, പ്രകാശത്തിൽ നിന്ന് പ്രകാശം, സത്യദൈവത്തിൽ നിന്ന് സത്യദൈവം, ജനിപ്പിക്കപ്പെട്ടവൻ എന്നാൽ സൃഷ്ടിയല്ലാത്തവൻ, ഉണ്ടാക്കപ്പെട്ടവനല്ല, പിതാവിനോട് ഏകത്വമുള്ളവൻ, അവനാൽ സകലവും ഉണ്ടായി. അവൻ മനുഷ്യരായ നമുക്കും നമ്മുടെ രക്ഷയ്ക്കും വേണ്ടി സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകമറിയയിൽ നിന്ന് അവതരിച്ചു, മനുഷ്യനായി തീർന്നു, പൊന്തിയോസ് പീലാത്തോസിന്റെ കീഴിൽ നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടു, അവൻ കഷ്ടമനുഭവിച്ചു, മരിച്ചു, അടക്കപ്പെട്ടു, തിരുവെഴുത്തുകളിൻ പ്രകാരം മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റു, സ്വർഗത്തിലേക്ക് കയറി, പിതാവിന്റെ വലത്തുഭാഗത്ത് ഇരിക്കുന്നു. അവൻ ജീവനുള്ളവരെയും മരിച്ചവരെയും ന്യായം വിധിപ്പാൻ മഹത്വത്തോടെ വീണ്ടും വരും. അവന്റെ രാജ്യത്തിന് അവസാനമുണ്ടാകുകയില്ല. സ്തോത്രം.
അവിടെ പറഞ്ഞിരിക്കുന്ന ചില പ്രയോഗങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അവൻ സർവ്വലോകങ്ങൾക്കും മുമ്പേ എന്ന് വെച്ചാൽ അനാദിയിൽ എന്നർത്ഥം. അനാദിയിൽ. സ്തോത്രം. സർവ്വലോകങ്ങൾക്കും മുമ്പേ തന്റെ പിതാവിൽ നിന്ന് ജനിപ്പിക്കപ്പെട്ടവൻ. ജനിപ്പിക്കപ്പെട്ടവൻ എന്നതിന്റെ അർത്ഥം മനസ്സിലായോ? That which proceeds from him, as the radiance proceeds from the glory. തേജസ്സിൽ നിന്ന് പ്രഭ പുറപ്പെടുന്നത് എങ്ങനെയോ അങ്ങനെ. അതാണ് പിതാവിൽ നിന്നും ജനിച്ചവൻ എന്നതിന്റെ അർത്ഥം. ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു എന്നതിന്റെ ഒരർത്ഥം അതാണ്. എന്താണ്? തേജസ്സിൽ നിന്ന്, അല്ലെങ്കിൽ ഒരു ബൾബിൽ നിന്ന് പ്രകാശം പുറപ്പെടുന്നു. ഈ രണ്ടിൽ ഏതാ ആദ്യം ഉണ്ടായത്? രണ്ടും ഒരുപോലെയാണ്. കോ എക്സിസ്റ്റിംഗ്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്. സ്തോത്രം. അപ്പൊ അങ്ങനെ പിതാവിൽ നിന്ന് ജനിപ്പിക്കപ്പെട്ടവൻ, ദൈവത്തിൽ നിന്ന് ദൈവം, പ്രകാശത്തിൽ നിന്ന് പ്രകാശം, സത്യദൈവത്തിൽ നിന്നും ജനിച്ച സത്യദൈവം. സ്തോത്രം. അപ്പോൾ ഈ ഒരു പ്രയോഗം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തെ പിതാവും പുത്രനും വ്യതിരിക്ത വ്യക്തികളായി അനാദി മുതൽ അനന്തത വരെ നിലനിൽക്കുന്നു എന്നുള്ള സത്യത്തെയും നമ്മെ വിളിച്ചറിയിക്കുന്ന ആഴമേറിയ ക്രിസ്തു മാഹാത്മ്യത്തെ വർണ്ണിക്കുന്ന ഭാഗമാണ്. ഇത്രയും മനസ്സിലേക്ക് കാണുമെന്ന് ഞാൻ കരുതുന്നു. സ്തോത്രം. ബാക്കി ചില കാര്യങ്ങൾ കൂടെ നമുക്ക് ചില വേദവാക്യങ്ങളും കൂടെ ഒക്കെ എടുത്ത് ചിന്തിക്കാനായിട്ടുണ്ട്. അത് കർത്താവിന്റെ വരവ് താമസിച്ചാൽ നമുക്ക് നാളെ ചെയ്യാം. സ്തോത്രം. ഈ തേജസ്സിന്റെ കർത്താവിനെ പൗലോസ് വിളിക്കുന്നുണ്ടല്ലോ. സ്തോത്രം. തിരിച്ചറിയാൻ നമുക്ക് ദൈവം ഭാഗ്യം തന്നു. ബുദ്ധി കൊണ്ട് സാധിക്കാത്തത് വിശ്വാസത്തിന്റെ കൈക്കുമ്പിളിൽ ഏറ്റുവാങ്ങുവാൻ ഭാഗ്യം സിദ്ധിച്ച വിശുദ്ധന്മാർക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആകയാൽ ദുരുപദേശങ്ങളെ ഖണ്ഡിച്ചും പഥ്യോപദേശത്തെ വിശ്വസിച്ചും മുറുകെ പിടിച്ചും മറ്റുള്ളവരോട് അറിയിച്ചും കൊണ്ട് വേഗത്തിൽ പോയതുപോലെ വരുവാനിരിക്കുന്ന കർത്താവിന്റെ പ്രത്യക്ഷതയ്ക്കായി കാത്തിരിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.